الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويا آدم اسكن أنت وزوجك الجنة وكلا من حيث شئتما ولا تقربا هذه الشجرة وتكونا من الظالمين. ووسوس لهما الشيطان ليبدي لهما ما أوري عنهما من سوآتهما فقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രപഞ്ചത്തിന്റെ ആരംഭത്തെ സംബന്ധിച്ചും മനുഷ്യ ഉൽപ്പത്തിയെ സംബന്ധിച്ചൊക്കെ ശാസ്ത്രത്തിലും ഖുർആനിലും ഒക്കെയുള്ള പരാമർശങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കലാലയങ്ങളിൽ നമ്മൾ പഠിക്കുന്ന മനുഷ്യന്റെ ആരംഭശാസ്ത്രവും വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും സബൂറിലും ഇഞ്ചീലിലും അതുപോലെ ഖുർആനിലുമൊക്കെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ആരംഭത്തെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നു. ഭൂമിയിലെ ജീവിതത്തിന് ഒരു ട്രയൽ എന്നുള്ള നിലക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം അവിടെ നമ്മുടെ പൂർവ്വപിതാവിനെ അവിടെ നടക്കുകയും ചെയ്യുന്നു. ആദമിൻ്റെ രൂപം സൃഷ്ടിക്കുകയും ജീവൻ കൊടുക്കുകയും മനസ്സ് നിക്ഷേപിക്കുകയും എന്നിട്ട് റൂഹ് ഊതുകയും ചെയ്ത സംഭവം വിശദമായി കഴിഞ്ഞ ആഴ്ച പറയുന്നത്. റൂഹ് എത്തിയപ്പോഴാണ് ആദമിന് തുമ്പൽ അനുഭവപ്പെട്ടതെന്ന്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. ആദം കാണുന്നത് മലക്കുകളെയാണ് ആദ്യമേ. അപ്പോൾ അത് അസ്സലാമു അലൈക്കും എന്ന് പറയാം. അതിന് മലക്കുകൾ പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങൾക്കുള്ള അഭിവാദനത്തിനുള്ള വാക്യം എന്ന് പഠിക്കുകയും അതിനുശേഷം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, ഓരോന്നിനെയും പേരിട്ട് വിളിക്കാനുള്ള കഴിവ്, ഐഡന്റിഫിക്കേഷൻ, അത് നൽകുകയും അത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. മലക്കുകളെ വിളിച്ചിട്ട് തന്ന സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ മലക്കൾക്ക് സാധിച്ചില്ല. ആദമിനോട് അത് പറയാൻ പറഞ്ഞു. ആദം അത് വളരെ കൃത്യമായി പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ കുറെ കാര്യങ്ങൾ കഴിയും.
എന്നിട്ട് മലക്കളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ആത്മാവ് സന്നിവേശിപ്പിച്ച, വിജ്ഞാനം നൽകി ആദരിച്ച ഈ സത്വത്തിന് നിങ്ങൾ പ്രണാമം അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് ചെയ്തില്ല. ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള മലക്കളെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചന്വേഷിച്ച്, എന്തുകൊണ്ടാണ് എന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് നാം സൃഷ്ടിച്ച ഈ മനുഷ്യൻ എന്ന സൃഷ്ടിയെ നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് ആർഗ്യുമെന്റ് വാദം നിർത്തി. ഞാൻ അവനെ കാലത്ത് എന്നെ നീ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, അവനെ നീ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതി മെറ്റീരിയൽ വാല്യൂ ആണ് കണക്കാക്കി. അള്ളാഹുന്റെ റൂഹിനും വിജ്ഞാനത്തിലുള്ള വാല്യൂ തിരിച്ച് കണക്കാക്കി. ആദമിന്റെ പ്രത്യേകത, സവിശേഷത, ബഹുമാന്യത, ആദരണീയത എന്നൊക്കെ പറയുന്നത് അള്ളാഹുന്റെ റൂഹ് വഹിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ആ റൂഹിന്റെ ഒപ്പം തന്നെ അള്ളാഹുവിനുള്ള ജ്ഞാനവും വഹിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ വ്യക്തിത്വത്തിനോട് യഥാർത്ഥത്തിൽ ഇബ്ലീസിന് അസൂയ ഉണ്ടായിരുന്നതാണ്. കാരണം അഹംഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടാണ് ഞാൻ അവനേക്കാൾ ഉത്തമൻ എന്ന് പറഞ്ഞത്. വിവരക്കേടാണ് അഹങ്കാരം എന്ന് അവിടെ നമുക്ക് ഉടനെ തന്നെ മനസ്സിലാവും. കാരണം അല്ലാഹുവിന്റെ റൂഹിനെ സംബന്ധിച്ചും വിജ്ഞാനത്തിനെ സംബന്ധിച്ചൊക്കെ യാതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം മെറ്റീരിയലിന്റെ ബലത്തിലാണ് അവിടെ ഇബ്ലീസ് ഞാൻ ഉത്തമനാണെന്ന് പറഞ്ഞത്. അത് വിവരക്കേടാണ്, അജ്ഞതയാണ്, ഇഗ്നോറൻസ്. അപ്പൊ വിവരക്കേടുള്ളവനാണ് അഹങ്കാരം ഉണ്ടാവുക. അതായത് ഇത് തന്നെ അള്ള കൊടുത്തതാണെന്ന് അവൻ മറന്നുപോയി. അഹങ്കാരം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ വ്യക്തിത്വത്തിന്റെ വളരെ മോശമായ വശമാണ്. കാരണം അഹങ്കാരത്തിന്റെ അനന്തരഫലം ആപത്തിലേക്കാണ് പോകുക. അഹങ്കാരമുള്ള മനുഷ്യൻ എന്തുകൊണ്ടാണ് അഹങ്കരിക്കുന്നത്? എനിക്കെന്തോ ഉണ്ട് എന്ന് തോന്നലുള്ളതുകൊണ്ടാണ്. ഞാൻ എന്തൊക്കെയോ ആണ്, എന്റെ കൈവശം എന്തൊക്കെ ഉണ്ട് എന്നൊരു തെറ്റായ ധാരണ. യഥാർത്ഥത്തിലുള്ളതൊക്കെ അള്ളാഹുന്റെ കയ്യിലാണ്. അള്ളാഹു തരുന്നതുകൊണ്ട്, അള്ളാഹു ഈ റൂഹ് തരുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. അള്ളാഹു ശ്വാസം തരുന്നതുകൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത്. അള്ളാഹു ആഫിയത്ത് തരുന്നതുകൊണ്ടാണ് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നത്. അള്ളാഹു ബോധവും ബുദ്ധിയും തരുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്ന ഒന്നാണ് ജീവൻ. കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. കണ്ണിന്റെ കാഴ്ച എപ്പോഴും നഷ്ടപ്പെട്ടു, ചെവിയുടെ കേൾവി എപ്പോഴും നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ പോലും ആർക്കും അറിയില്ല. എവിടെ കൊണ്ടാണ് കാണണമെന്ന് പോലും കണ്ണുകൊണ്ട് നമ്മൾ കാണുകയല്ല. കണ്ണിങ്ങനെ ഇത് പടത്തി വിട്ടു, റെറ്റിനെ പതിച്ച്. ഇപ്പൊ എവിടെ കൊണ്ടാണ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇന്നും ശാസ്ത്രത്തിന് വലിയ വിവരമൊന്നുമില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ശബ്ദം തരംഗങ്ങളായി വന്ന് കുറെ കെമിക്കൽ ആക്ഷൻ നടന്നിട്ട് അത് അതിന്റെ ആശയം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിന് വ്യക്തമായി വിശദീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളുടെയും സ്ഥിതി അതാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ അപ്പുറത്ത് നമുക്ക് ജ്ഞാനം ലഭിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് ഇൽഹാം ഉണ്ടാവാറുണ്ട്, സ്വപ്നത്തിലൂടെ ലഭിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ ഖജനാവ് അള്ളാഹുവിന്റെ കയ്യിലാണ്. എല്ലാത്തിന്റെയും ഖജനാവ്, എല്ലാ ചലനങ്ങളും പ്രപഞ്ചത്തിലുണ്ടാക്കുന്നതിന് ആവശ്യമായ ഊർജം അള്ളാഹുവിന്റെ ഖജനാവിലാണ്. അത് നാം ഒരു നിശ്ചിത അളവും തോതും അനുസരിച്ച് മാത്രമേ വിടുന്നുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ഒരാളുടെ ബുദ്ധി ഭയങ്കരമായി കൂടി കഴിഞ്ഞാൽ കുഴപ്പമാണ്. മന്ദബുദ്ധിയായ ആൾ നമുക്കറിയാൻ കുഴപ്പമാണ്. അപ്പൊ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിലാക്കണമെന്ന് തീരുമാനിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ അല്ലാഹ് തന്നതാണ് എന്ന് പറയുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിക്കുകയും അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യലാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. ഇത് മനുഷ്യന് മാത്രമല്ല, മലക്കൾക്കും അങ്ങനെയാണ്. മലക്കൾ തസ്ബീഹ് ചൊല്ലുന്നു നമ്മൾ ഖുർആനിലൂടെ മനസ്സിലാക്കി. അവിടെ അനുസരണയുള്ള അടിമകളായി നിൽക്കുക എന്നതാണ് മലക്കുകൾക്കുള്ള. ആ മലക്കുകളുടെ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട ജാൻ, ഇന്നല്ല സാധാരണ ആളുകൾ പറയുന്ന ജിന്നാണ്. എന്തായാലും അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബാധ്യതയുള്ള സംഗതിയാണ്. ആ കാര്യത്തിൽ തർക്കിക്കാനില്ല. ആ അനുസരണക്കേട് കാണിച്ചു എന്ന സംഗതിയാണ്. അപ്പൊ ഞാൻ എന്തോ ആണ്, എനിക്കെന്തോ ഉണ്ട് എന്നൊരാളിന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ ആദരവും എനിക്ക് ലഭിക്കണം എന്നാണ് അയാളുടെ മനസ്സാശിക്കാറുള്ളത്. നമുക്കറിയാമല്ലോ,
നമ്മള് കാരണവന്മാരും പല സ്ഥലത്ത് ഇപ്പൊ നമ്മള് പോവും, കല്യാണം വീട്ടിൽ പോകും. പണ്ടൊക്കെ പള്ളികളിൽ തന്നെ ഓരോരുത്തർക്ക് റിസർവ്ഡ് സീറ്റ് ഉണ്ട്, അവിടെ ആരെങ്കിലും അതിശയം. ഇപ്പൊ പിന്നെ അതൊക്കെ പോയി. പണ്ട് കാലത്ത് ഇതിനൊക്കെ ചെറുപ്പത്തിൽ അറിയാം, അവിടെ തറവാട്ടുകാരന്മാരിരിക്കുന്ന സീറ്റിലാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു പോകാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന ധാരണയിൽ പെരുമാറുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ ഉള്ളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അബൂ സുഫിയാന്റെ തറവാടിയാണ്. അബൂ സുഫിയാന് ഉമർ റളിയല്ലാഹുവിനെ കാണാൻ നിൽക്കാം. അപ്പൊ ഏതോ ഒരു മനുഷ്യന്റെ ഒരു അടിമ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ കുറച്ച് നേരത്തെ വന്നു. അപ്പൊ ഉമർ ഉടനെ തന്നെ അബൂ സുഫിയാൻ പറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഉമർ ആദ്യം ആരെ വന്ന അയാളെ കടത്തിവിടാൻ പറഞ്ഞു. അപ്പൊ ആ അടിമയാണ് കടത്തിവിട്ടത്. അബൂ സുഫിയാൻ സത്യവിശ്വാസിയെ കഴിഞ്ഞ ശേഷം ദേഷ്യം വെച്ചു. അബൂ സുഫിയാന്റെ ഖുറൈശി ഗോത്രത്തിലുള്ള ആ ഒരു ഡമ്പുണ്ട്, അത് ഉമർ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമായതിനു ശേഷം അതേ പറയും. അപ്പോ ചൂടായപ്പോ അടുത്ത സഹാബി പറഞ്ഞു, മുമ്പ് ചൂടായതാണ്, ഇതിനകത്ത് പ്രവേശനം കിട്ടാൻ ഒരുപാട് കാലം വൈകിയത്. ഇനിയും അത് ആവർത്തിക്കുകയാണെങ്കിൽ വേറൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടായിരിക്കും പോവുക, അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിച്ചു വെച്ചാളുകൾ. അബൂദർ ഗഫാരി വളരെ പ്രമുഖനായ തഖ്വയുള്ള സഹാബിയാണ്. ഒരു ദിവസം ബിലാലുമായി തർക്കിച്ചപ്പോ കർത്തവന്റെ മകനെ വിളിച്ചു. നീഗ്രോ അടിമകളിൽ നിന്നുണ്ടായ വന്ന ആളാണ് ബിലാൽ. അപ്പൊ ദേഷ്യം പിടിച്ചപ്പോ ഗഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ ഗോത്രം, കർത്തവന്റെ മകനെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അതങ്ങ് ഛർദ്ദിച്ചതങ്ങ് മാറ്റിക്കാളും, തുപ്പിക്കാളും, ആ മാംസം തുപ്പിക്കാളുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ ഗഫാരി ആ വേർച്ചയില്ല എന്ന് പറഞ്ഞാല് ബിലാലിന്റെയും അബൂദർ ഗഫാരിയുടെയും സ്റ്റാറ്റസ് അനുസരിച്ച് ആദ്യം പരിഗണിക്കപ്പെടേണ്ടത് അബൂദർ ഗഫാരിയാണ്. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒരു വകുപ്പില്ല എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുറെ റിസർവ്ഡ് ഏരിയ എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് അല്ലാഹു പറഞ്ഞത്. ഞാനെന്തോ ആണ്, എനിക്കെന്തോ ഉണ്ട് എന്ന ഒരു തെറ്റായ ധാരണ, അസത്യ വിചാരം, അത് നമ്മൾ പരിശോധിക്കാറ്. ലോകത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ വിചാരിച്ച് നടന്ന ആളുകൾ, ഇന്നും വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും വലിയ ചക്രവർത്തിയായ കാര്യം റംസീസ് രണ്ടാമൻ അങ്ങനെ വിചാരിച്ച് നടന്ന ആളാണ്. എന്നിട്ട് അയാൾ പറഞ്ഞ അവസാനം ഞാനാണ് നിങ്ങളെയൊക്കെ രക്ഷിക്കുന്നത്, ഉന്നതനായ രക്ഷതാണ് അറബുക്കുമല്ലോ അല്ല എന്ന് വരെ പറയാനുള്ള ദാട്ടം കാണിച്ചപ്പോൾ മനുഷ്യൻ നശിച്ചാൽ ഇങ്ങനെയൊക്കെ ഇവര ഉസ്താദ് മറ്റാളാ ബിലീസ. അതാണ് ആദ്യമായിട്ട് മൂപ്പര് പറഞ്ഞത്, ഞാനേ അവനേക്കാൾ മെച്ചമുള്ളവനാണ്, അതുകൊണ്ട് അവനല്ല ഈ വിവരം റൂഹൊക്കെ കൊടുക്കേണ്ടേ, എനിക്കാ തരേണ്ടത്. അള്ളാനെ പഠിപ്പിക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാലോ സാർ, അള്ളാഹ് കൊടുത്ത മനുഷ്യനാണ്. അപ്പൊ അസൂയുണ്ടായി. അപ്പൊ അഹംഭാവം തനിക്ക് കിട്ടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുകയും അത് കിട്ടാതെ വരുമ്പോ കിട്ടിയവനോട് അസൂയ ഉണ്ടാവുകയും ചെയ്യും. അതാണ് അവിടെ കണ്ടത്. വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ലേശ അഹംഭാവമുള്ളവൻ, ഒരു അണു തൂക്കം അഹംഭാവമുള്ളവൻ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞാൽ കാര്യത. അഹംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ കാണുന്നുള്ള ധാരണ, എനിക്കെന്തോ കൊണ്ട് എന്നുള്ള ധാരണ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു കഴിഞ്ഞാൽ വളരെ ലളിതനായി പോകും മനുഷ്യൻ. അപ്പോ അങ്ങനെയുള്ളവന് എല്ലാം അവന് തന്നെ കിട്ടണം എന്നൊരു ധാരണ. നമ്മളെ പരിഗണിക്കാതെ മറ്റൊന്ന് പരിഗണിക്കുമ്പോൾ കിട്ടിയവനോട് അസൂയ ഉണ്ടാവുക. അസൂയ വിറകിനെ തീ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്, അതുപോലെ സൽക്കർമ്മങ്ങളെ അസൂയ നശിപ്പിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവുക, അതായത് ഇഗ്നറൻസ് കൊണ്ടാണ് അരഗൻസ് ഉണ്ടാവും. അരഗൻസ് അതായത് വിവരക്കേട് കൊണ്ട് അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം ഉണ്ടായാൽ അസൂയ ഉണ്ടാവും. അസൂയ ഉണ്ടായാൽ നിയമലംഘനം ഉണ്ടാവും, റിബല്യൻ, ആഫറാവും. അല്ലാഹു പറഞ്ഞു സുജൂദ് ചെയ്യാൻ, ചെയ്തില്ല. അപ്പൊ അവന് മിനസ്സാദിരീൻ, റജീം, ഫാസിഖ്, ആഫറെന്ന് ഒരുപാട് പേരുകൾ വിളിച്ചിട്ടുണ്ട്. അതായത് അങ്ങേയറ്റം നിന്ദ്യനായി മാറും. അതുപോലെ തന്നെ ഏറ്റവും ശപിക്കപ്പെട്ടവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു പോടവെന്ന് പറയാം. അപ്പൊ അഹംഭാവമുള്ളവൻ സ്വർഗത്തിന്റെയും മേലെയാണ് ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത്. ചിലർ പറയുന്നത് സ്വർഗത്തില്ല. അപ്പൊ സ്വർഗത്തിൽ അഹംഭാവമുള്ളവനൊക്കെ പറ്റില്ല, അവിടെ പുറത്താക്കി. പുറത്താക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് പറഞ്ഞു, കണ്ടില്ലേ ഇവന് നിന്റെ ശത്രുവാണ്, ഇവൻ നിന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും, അപ്പൊ അവയെ സൃഷ്ടിച്ചു കഴിഞ്ഞു, നിങ്ങൾ രണ്ടാളും സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് അടുത്ത വളരെ ഗൗരവമായ മറ്റൊരു എപ്പിസോഡ് വരും. ഭൂമിയിലേക്കാണല്ലോ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോണെന്ന് അല്ലാതെ പറഞ്ഞു, പക്ഷേ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിന് വളരെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഭൂമിയിലെ ജീവിതത്തിൽ ഒരു ട്രയൽ, ഒരു പരിശീലനം നൽകുകയാണ് സ്വർഗത്തിൽ വെച്ച്. എന്നിട്ട് എങ്ങോട്ട് വേണ്ടത് ഇത് വളരെ ഗൗരവമായി തന്നെ പഠിപ്പിക്കും. നമ്മുടെ ഏത് സംഗതിക്ക് ഒരു ട്രയലോ മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയും. മോക്ക് വാർ, മോക്ക് ഡ്രിൽ, മോക്ക് എക്സാമിനേഷൻ, മോക്ക് വൈവാർ എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യന്മാർ സാധാരണ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കുറേ സംഗതികൾ വേണം, കുറെ ഏറ്റുമുട്ടലുകൾ ആവശ്യമുണ്ടാവും. അതെങ്ങനെയാണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് മനുഷ്യന് വളരെ തെളിവോടുകൂടി പഠിപ്പിച്ചു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത എപ്പിസോഡ് തുടങ്ങാം. വളരെ രസകരവും ആഴത്തിലുള്ളതും നമുക്ക് പഠിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് അവതരിക്കുന്നത്. وَيَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْ حَيْثُ شِئْتُمَا. ആദമേ, നീയും നിന്റെ ഇണയും നിന്റെ ഭാര്യ നിന്റെ ഇണയെ കൊടുത്തിട്ട് ഈ തോട്ടത്തിൽ, സ്വർഗത്തിലാണോ വേറെ തോട്ടത്തിലാണോ അവിടെയൊന്നും തർക്കമില്ല. ഈ സമുദായം ഉടനെ അത് തോട്ടത്തിലാണോ സ്വർഗത്തിലാണോ ഏത് തോട്ടത്തിലാണോ യമനിലാണോ അതിലാണ് തർക്കം. അവിടെയാണ് ഈ സമുദായം വഴിപഴിച്ചത്. പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ഒരുപാട് ആളുകൾ വലിയ വലിയ തഫ്സീറുകൾ, എത്ര 15 വള്ളി 16 വള്ളി 20 വള്ളി ഇങ്ങനെ ചർവണം നടത്തിയിട്ട് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് ഉൽപ്പത്തിശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റേ മനുഷ്യനാകെ വഴിച്ചിട്ടുള്ളതാണ്. ഉടനെ ആ തോട്ടത്തെ കുറിച്ച് ഇവിടെ അല്ലാത്ത ഒരു തോട്ടത്തിൽ ജന്നത്ത് എന്ന് പറഞ്ഞു തോട്ടത്തിൽ താമസിക്കണം, എല്ലാ സൗകര്യങ്ങളും തുറക്കെങ്കിൽ തുറക്കാം, തോട്ടമെങ്കിൽ തോട്ടം. വിഷയം അങ്ങോട്ടാ പോയിട്ട്. പക്ഷെ തോട്ടത്തിലെ അതിന്റെ തോട്ടത്തിന്റെ മറ്റു ഉൽപ്പത്തി ശാസ്ത്രത്തിൽ സ്വർഗത്തിന്റെ മധ്യത്തുള്ള ഒരു വൃക്ഷമാണ്, നന്മതിന്മകൾ വേർതിരിക്കുന്ന വൃക്ഷമാണ് എന്നൊക്കെ ബൈബിളിലുണ്ട്. അതെല്ലാം കൂടെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നേടി അതൊരു ബന്ധമില്ല. പിന്നെ അതിന്റെ വളരെ വലിയ വിശദീകരണമാണ്. അപ്പൊ ബുദ്ധിയെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോണ ഒരു രീതിയാണ് നമുക്ക് അത് കാണുന്നത്. നിങ്ങൾക്ക് എവിടെ വേണോ സഞ്ചരിക്കാൻ, എന്തുകൂടെ തിന്നാം, പക്ഷെ ഒരു വൃക്ഷത്തെ ഒരു പ്രത്യേക സംഗതി ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല രണ്ടുപേരും ഇവിടെയാണ്. ഇത് ഉടനെ ഇമ്മീഡിയറ്റ് സംഭവിക്കുകയല്ല. അവരവിടെ പോയി അവരെ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും സന്തോഷിച്ചും ആണും പെണ്ണും അല്ലേ ഇണയും തുണയുമായിട്ടാണല്ലോ വളരെ സന്തോഷിച്ചിങ്ങനെ ജീവിക്കുമ്പോ നമ്മളെ പഴയ അസൂയം കാരൻ ചങ്ങാതി കടന്നു വെച്ചു. പിന്നെ അത് എങ്ങനെ കടന്നു? അത് പാമ്പിന്റെ വയച്ച് കടന്നു, അതേ കൂടെ വയച്ച് കടന്നു, അതെല്ലാം പറയാൻ അവിടെ കടന്നു. അതങ്ങനെ വിശ്വസിക്കല്ലാതെ പിന്നെ അതിൽ എങ്ങനെ കടന്നു എന്ന ഗവേഷണം നടത്തി സമുദായത്തിൽ ഉൾക്കൊണ്ടാക്കല്ല യഥാർത്ഥത്തിൽ വേണം. അത് ശരിക്കും അള്ളാ പറഞ്ഞിരുന്നുണ്ട്. ആദമിനെ മാത്രമല്ല, അല്ലെങ്കിൽ അവയെ മാത്രമല്ല, ഒരുപാട് അതിൽ അപ്രത്യാസമുണ്ട്. ഔവയെയാണ് പിടിച്ചത്, ഔവയുടെ പ്രേരണയിലാണ് ആദം ചെയ്തതെന്ന് ഈ മെയിൽ ഷോവനിസ്റ്റുകളുണ്ട്, പുരുഷ മേധാവിത്വത്തിന്റെ ആളുകൾ. അത് പെണ്ണാണ് കുറ്റത്തിന്റെ യഥാർത്ഥ കാരണം. നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്നൊക്കെ പാടുന്ന ആളുകൾ. അങ്ങനെ പെണ്ണിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി അവിടെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ആദ്യം ബിലീസ് പെണ്ണിനെ വിളിച്ചു, എന്നിട്ട് പെണ്ണിനെ പ്രേരിപ്പിച്ചു, എന്നിട്ട് പെണ്ണ് വഴി ആണിനെ പ്രേരിപ്പിച്ചു. എന്തെല്ലാം കഥകളാണ് അല്ലാഹ് കൃത്യമായി പറയുന്നത്. അവൻ രണ്ടാളെയും അവൻ പ്രലോഭിപ്പിച്ചു, വസ്വാസ് ഉണ്ടാക്കി. ഇവിടെ ഇബ്ലീസിന്റെ ശൈത്താനാണ്. അവിടെ നിന്ന് ശപിക്കപ്പെട്ടിറങ്ങിപ്പോയ ഈ ശൈത്താൻ ഈ രണ്ടാളുകളെയും മനസ്സിൽ പട്ടുണ്ടാക്കി, പ്രലോഭനം ഉണ്ടാക്കി. അവർക്ക് അതുവരെ ഗോപ്യമാക്കി വച്ചിരുന്നവ ആ സ്ഥാനങ്ങളെ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി. അങ്ങനെ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയ അവൻ ചോദിച്ചത് നമ്മുടെ രക്ഷിതാവ്, നിങ്ങളുടെ രണ്ടാളുടെയും രക്ഷിതാവ് ആ വൃക്ഷത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞ് എന്തിനാണ്? അതിന്റെ ഫലം തിന്നാൽ അല്ല അത് അനുഭവിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ മലക്കുകളാവും, അല്ലെങ്കിൽ ചിരഞ്ജീവികളായിരിക്കും, നിത്യത ഉണ്ടാവും. അവിടെയും കുറച്ച് ക്ലിയർ കുറച്ചിട്ടാണ് ബാക്കി മനുഷ്യബുദ്ധിക്ക് പ്രവർത്തിക്കാനുള്ള ഏട്ടം തന്നെ. എന്നാൽ സ്വർഗത്തിലുള്ള ആനന്ദവും അനുഭൂതിയും സന്തോഷവും ഒക്കെയാണ് നിർവൃതിയാണ്. അപ്പൊ അതിന് നിത്യത നേടുക എന്ന് പറഞ്ഞത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ്.
അതായത് നമുക്ക് കിട്ടുന്ന ആനന്ദം നശിക്കാതിരിക്കുക എന്നത് ഏതൊരു മനുഷ്യനും ആവശ്യമായ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അതവിടെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പര്യാപ്തമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. അപ്പൊ മനുഷ്യ മനസ്സിന് ആനന്ദവും അനുഭൂതിയും നിർവൃതിയും ഉണ്ടായാൽ അത് നിലനിന്ന് കിട്ടണം. അപ്പൊ അതിങ്ങനെ നിരന്തരമായിട്ട് വസ്വാസികളും അതീതികളിൽ നിന്നും ഖുർആന്റെ പല പ്രയോഗങ്ങളും മനസ്സിലാകുന്നത് ഒരു ദിവസം പോയിട്ട് ആ പഴം പറിക്കുന്നൊന്നും പറയുന്നതല്ല. ഇങ്ങനെ നിരന്തരമായിട്ട് അതിന്റെ അടുത്തൂടെയൊക്കെ പോകും, അവിടെ കാണും, നല്ല രസകരമായിട്ട് എന്നൊക്കെ സങ്കല്പിക്കാൻ. അതല്ല, അതിന്റെ കാലപ്പുറത്ത് വല്ല സംഗതികളുണ്ട്, അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. അങ്ങനെ നിരന്തരമായി പ്രേരിപ്പിച്ചപ്പോ അതായത് നിങ്ങളിതായാല് മലക്കാവും അല്ലെങ്കിൽ ചിരഞ്ജീവികളാവും, നിത്യത ലഭിക്കുന്നവരാവും എന്ന് പറഞ്ഞു. പോരാത്തതിന് അല്ല പറയാ അവന് ആണയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപദേശിക്കുന്ന കൂട്ടത്തിലുണ്ട്, നിങ്ങളെ വഴിച്ചിട്ടാണ് പറയണത്. അപ്പൊ ഇബ്ലീസ് എങ്ങനെയാണ്, ശൈത്താൻ എങ്ങനെയാണ് മനുഷ്യനെ പറയുന്നത്? ഹറാമാണ് ചെയ്തു എന്ന് പറയല്ല, അതൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല, നീ കുറച്ചു നേരം അത് ഇപ്പൊ ചെയ്താൽ തൗബ ചെയ്താൽ മതി, ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ പ്രേരണ അങ്ങനെ പോസിറ്റീവായിട്ടാണ് ചെയ്യാം. മനുഷ്യ മനസ്സിൽ ഇബ്ലീസ് എങ്ങനെ ഷർറുണ്ടാക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് ദുനിയാവില് നടക്കാൻ പോകുന്ന സംഭവത്തിന്റെ ട്രയലാണ് അവിടെ നടക്കുന്നത്. മനുഷ്യ മനസ്സിൽ ഇബ്ലീസ് എങ്ങനെയാണ് വസ്വാസ് ഉണ്ടാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കുന്നത്, അതിനെങ്ങനെ പ്രേരണ നൽകും, പലതരത്തിലുള്ള പ്രേരണ. അതൊരു ആനന്ദകരമായി തോന്നും, അനുഭൂതി തോന്നും, സന്തോഷം തോന്നും ഒരു കാര്യത്തിന്. അതില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു നഷ്ടബോധം തോന്നും, അപ്പൊ ചാടാനും ചൂടാവാനും ഒക്കെ തോന്നും. അങ്ങനെ പല കോലത്തില് അത് ഞാനൊരു ഉപദേശിയാണ്, എന്റെ മനസ്സാക്ഷി എന്നെ ഉപദേശിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ആ ഉപദേശം അങ്ങനെ മെല്ലെ സ്വീകരിച്ചു. അങ്ങനെ വഞ്ചനയിൽ കാട്ടിക്കളഞ്ഞു, അവരുടെ ആ വ്യാമോഹത്തിൽപ്പെടുത്തി. തെല്ലാന്നൊക്കെ പറഞ്ഞ ഈ തൊട്ടി വെള്ളത്തിൽ കിണറിലിടുന്നതാണ് പറയുന്നത്, നാഴത്തിലാണ്. അതായത് ആദമിന്റെ ആ മഹനീയമായ ആ സ്ഥാനം ഉണ്ടല്ലോ, അത് ബഹുമാനിച്ച ആദരിച്ച സ്ഥാനം, അവിടെ നിങ്ങൾ താഴ്ത്തിപ്പോയി. അതായത് ഇതിന്റെ ആഫ്രിക്കത്ത് അതാണ് എന്ന് പറഞ്ഞില്ല, അവിടെ പ്രശ്നം. ആ വൃക്ഷത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചപ്പോൾ എന്ന് പറയാതെ വൃക്ഷം ഭക്ഷിച്ചപ്പോൾ, ആ വൃക്ഷത്തിൽ ഇരിച്ചപ്പോൾ. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ആഴത്തിൽ ചിന്തിക്കാൻ അവസരമായി. സാധാരണ ആ വൃക്ഷത്തിൽ നിന്ന് വൃക്ഷത്തിനല്ല തിന്നത്. അപ്പൊ അതാ നമ്മൾ കാണുന്ന വൃക്ഷമല്ല, ആസ്വാദനം അതിനേക്കാൾ വലിയ ആഴങ്ങളിലുള്ള അർത്ഥതലങ്ങളാണ് നമുക്ക് തരുന്നത്. അതങ്ങനെ ആസ്വദിച്ചപ്പോൾ അവർക്ക് എന്താ പറ്റിയത്? അവർക്ക് അതുവരെ ഗോപ്യമായിരുന്ന നഗ്നത വെളിവായിപ്പോയി. ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്യാൻ അവർ മനസ്സ് ഇബ്ലീസിന്റെ പ്രേരണ കൊണ്ട് തീരുമാനിച്ചപ്പോ അവരുടെ തൊലി വെളിവായി, നഗ്നത വെളിവായി. ശരീരത്തിന്റെ നഗ്നത പോയി, മനസ്സിന്റെ നഗ്നത വെളിവായി. അപ്പൊ അവർ വെളിവായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉടനെ തന്നെ അപ്പൊ മനുഷ്യ മനസ്സിന് സ്വഭാവമുണ്ട്, നഗ്നമായാൽ, ലജ്ജയായാൽ അല്ലെങ്കിൽ ഇളിപ്യനായാൽ എങ്ങനെയും മറക്കാൻ ശ്രമിക്കും. അവിടെ കിട്ടിയത് സ്വർഗത്തിൽ വാദത്തിൽ ജന്ന, സ്വർഗത്തിലേതോ വൃക്ഷത്തിന്റെ ഇലകളാണ്, അതെല്ലാം പറിച്ചിട്ട് അവരിങ്ങനെ അത് മറക്കാൻ ശ്രമിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോ ഈ സംഭവം നടന്നപ്പോ അല്ലാഹു നാദാഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ അൻതുകുമാ ശജറത വഅഖുൽ ലകുമാ ഇന്ന ശൈത്വാന ലകുമാ അദുവ്വുൻ മുബീൻ. അപ്പൊ രക്ഷിതാവ് വിളിച്ചു, രണ്ടാളോട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ രണ്ടാളെന്നാ പറയാണ്, പെണ്ണിനോടല്ല, രണ്ടാളോടും. നിങ്ങൾ രണ്ടാളോട് നാം പറഞ്ഞില്ലേ, വഅഖുൽ ലകുമാ ഇന്ന ശൈത്വാന ലകുമാ, അതായത് രണ്ടാളും, നിങ്ങൾക്ക് രണ്ടാളെന്നും പിശാച് ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. രണ്ടാളും ഒരുപോലെ അതിൽ ഉത്തരവാദികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഉടനെ തന്നെ ആകെ ബേജാറായില്ലേ. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഇബ്ലീസും മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ വേർതിരിവോടെ കാണിക്കും. നമ്മൾ പെട്ടെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇബ്ലീസിനോട് ചോദിച്ചു, എന്താണ് സ്വീകരിച്ചത്? വാദം നടത്തിയ ഞാൻ അവരെക്കാൾ വലുതാണ്. മനുഷ്യന്റെ മഹത്വം അവരുടെ കാണിക്കുകയാണ്. ഒരു തെറ്റ് പറ്റിയാൽ ഉടനെ സമ്മതിക്കും എന്നതാണ് സത്യവിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ മനുഷ്യന്റെ. തെറ്റ് പറ്റിയിട്ട് ന്യായീകരിക്കാൻ നടക്കുന്ന തനി പൈശാചികമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വളരെ ഗൗരവമാണ്.
തെറ്റ് പറ്റിയപ്പോ മനുഷ്യത്വം ഉടനെ പഠിപ്പിച്ചത് റബ്ബന അവർ പറ്റിപ്പോയി പഠിച്ചോനെ, നീ ഞങ്ങൾക്ക് പുറത്തു വരികയും അനുഗ്രഹം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാണ് തമ്പുരാനെ എന്ന് വിനയത്തിന്റെ ഭാഷ എല്ലാം അവരുടെ വെച്ചു. മറ്റയാൾ അവനെ തന്നെ തൂങ്ങി ഫിലിസ്. അത് ഇവിടെ ദുനിയാവിൽ നമുക്കിത് കാണാൻ കഴിയും. തെറ്റ് ചെയ്യുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ന്യായീകരണം നടത്തുകയും ചെയ്യുന്നത് ഈ പിശാചിന്റെ പണിയാണ്. തെറ്റ് സംഭവിച്ചാൽ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് ഉടനെ തന്നെ തിരുത്താൻ ശ്രമിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യത്വം. അതാണ് മനുഷ്യൻ അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുന്ന സ്വഭാവം. ഇത് ദുനിയാവിൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാവും. എന്തൊക്കെ ലോകം മുഴുവൻ തെറ്റാണെന്ന് പറയാൻ ചില ആളുകൾ സമ്മതിക്കില്ല. കാരണം ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ തെറ്റുപറ്റാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ഉണ്ടായിരുന്നത് ജൂതന്മാർ. സകല ജാതി കുഴപ്പങ്ങൾക്കും യഥാർത്ഥത്തിൽ ഭൂമിയിലുണ്ടാക്കിയ ഒരു വലിയൊരു സമൂഹമാണ് ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആളുകൾ എന്ന് പറഞ്ഞാണ്. അപ്പൊ അവിടെ വളരെ കൃത്യമായിട്ട് വേർതിരിച്ച് കാണിക്കുകയാണ്. ഒരു സംഭവം ഉണ്ടായി, തെറ്റായി പോയി, ഒരു കുഴപ്പമില്ല, എളിമത്വം കൊണ്ട് മഹത്വം മാത്രമേ ഉണ്ടാവുള്ളൂ, ആരും താഴ്ന്നു പോകില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവിടെ പറയുന്നില്ല, അത് ബഖറയിലാണ്. ഫതലഖാ ആദമ മിൻ റബ്ബി കലിമാത്തുൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അല്ലാഹു തആല സമ്മതിച്ചു. അതെ, അല്ലാഹുവിന് അറിയാം മനുഷ്യ മനസ്സിന്റെ ദൗർബല്യം. അവനാണ് അത് സൃഷ്ടിച്ചത്. ഈ ദൗർബല്യം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഈ ഒരു ദൗർബല്യമാണ് ജീവിതത്തിന്റെ അടിയാധാരം. ഭയങ്കര ആരോഗ്യം. ഈ ഒരു ദൗർബല്യം നമ്മളെല്ലാവരും മലക്കളെ പോലെ അവിടെ തന്നെ ഇരുന്നാൽ മതി. മനുഷ്യ മനസ്സിന് തെറ്റുപറ്റാനുള്ള ഈ ദൗർബല്യമാണ് ഭൂമിയിലെ ജീവിതത്തിന്റെ അടിയാധാരം എന്നുള്ളതാണ്. അപ്പൊ തെറ്റ് ചെയ്യൂല എന്നൊക്കെ പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്യാൻ ലൈസൻസ് കൊടുക്കുകയോ തെറ്റിന് ന്യായീകരിക്കുകയോ അല്ല. തെറ്റ് ചെയ്താൽ അത് ആത്മാർത്ഥമായി കേരിച്ചു മടങ്ങി വീണ്ടും അതിനെ ആവർത്തിച്ചാൽ വീണ്ടും കേരിച്ചു മടങ്ങാം. അങ്ങനെ നിരന്തരമായി കേരിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ അവൻ ആ തെറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കുള്ള ഒരു നല്ല ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു സന്ദേശമാണ്. മനുഷ്യ സഹജമാണ് തെറ്റ്. അത് സംഭവിച്ചെന്ന് മനസ്സിലായാൽ കൃത്യമായിട്ട് തൗബ ചെയ്ത് നന്നാവാം. ഏത് പ്രായത്തിലും ഏത് കാലത്തിലും ഒരു പ്രശ്നം. റൂഹ് തൊണ്ടക്കുഴിയിൽ ഊതുന്നത് വരെ, തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ പിടിച്ചിട്ട് തൊണ്ടക്കുഴി എത്തുന്നവരെ ആകാൻ ചാൻസ് നമുക്കില്ല. ഞാൻ ഇപ്പോ കുറച്ചൊക്കെ തെറ്റ് ചെയ്തതാ പിന്നീട് തൗബ ചെയ്യാം എന്നതല്ല. തെറ്റ് സന്ദർഭത്തിന്റെ ഗൗരവത്തിലോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ നിർബന്ധിതാവസ്ഥ കൊണ്ടോ കൊണ്ടാവാം. ഒരാൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ തെറ്റാണ് ചെയ്യാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ പടച്ചോൻ ചാൻസ് കൊടുക്കില്ല. അവിടെ എന്നാ അള്ളാഹ്ക്ക് അറിയാലോ മനുഷ്യ മനസ്സിന്റെ രീതി. അപ്പൊ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യെസ് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ പോണം. ക്ഷമിച്ചാൽ പിന്നെ തെറ്റില്ല. പാപരഹിതമായ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൊണ്ടുള്ളത്. ആദിഭാവം എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആദിഭാവം ചെയ്തു, പക്ഷെ നിലനിൽക്കില്ല. ആദിഭാവം നിലനിൽക്കുന്ന പ്രശ്നമില്ല. അതിൽ പെണ്ണല്ല, ആണും പെണ്ണും ഒരുപോലെ ഉത്തരവാദിയാണ്. അത് അല്ലാഹു തആല പുറത്തുകൊടുത്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഭൂമിയിലേക്ക് വിടുന്നത്. ആ ഭൂമിയിലേക്ക് വരുമ്പോ ഒരു വലിയ പ്രശ്നം കൂടെയാണ് വരുന്നത്. ജനങ്ങൾ രണ്ടാളെ ഇറങ്ങിപ്പോണം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വാൺ ചെയ്യാണ്. അതായത് നിങ്ങൾ പരസ്പര ശത്രുക്കളാണ്. പിശാചിന് പാപരഹിതനായാണ് വന്നതെങ്കിലും കൂടെ പിശാചിനുണ്ട്, കൂടെ വന്നു. നമ്മൾ കൊണ്ടൊന്നല്ല, പിശാചിനാണ് അടി പുറത്തായി. ആ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും എല്ലാ കാലത്തും ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ നിങ്ങളെ വസുവാസിലാക്കിക്കൊണ്ടിരിക്കും. അവിടെ കണ്ടില്ലേ അതും അവൻ ജീവിച്ച അത് തന്നെയാണ് ദുനിയാവിൽ ആവർത്തി വിവിധങ്ങളായ മേഖലകളിൽ അത് തന്നെയാണ് ആവർത്തിക്കപ്പെടുക എന്നുള്ളത്. അപ്പൊ ആ ട്രയൽ അവിടെ നടത്തി അതിന്റെ റിസൾട്ട് യഥാർത്ഥത്തിൽ ആ ട്രയലിലൂടെ സക്സസ് ആയില്ല. സക്സസ് ആയ പ്രശ്നമാണ്. നോക്കുക, ആലോചിക്കുക. അപ്പൊ ഫെയിലുവർ, പരാജയം എന്നത് വിജയത്തിനുള്ള അടിസ്ഥാന തത്വമാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പാണ്. എല്ലാ പരാജയങ്ങളുടെയും പിന്നിൽ വിജയത്തിന്റെ ശക്തി ഉണ്ടാവും. പരാജയത്തിന്റെ പാറക്കെട്ടിനുള്ളിലാണ് വിജയത്തിന്റെ കുളിർ നീറുറവ ഒളിച്ചിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു ആ വീക്ഷണം തന്നെ. നിങ്ങൾ പരാജയം ഒരുപാട് വീഴും, പലവട്ടം വീഴുമ്പോഴാണ് നടക്കാൻ പഠിക്കും. ഒരുപാട് കരഞ്ഞാൽ ചിരിക്കാൻ പഠിക്കും. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പരാജയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, വേദനകളും യാതനകളും ഉണ്ടാകുമ്പോൾ അവൻ ജീവിതം പഠിക്കും. അങ്ങനെ ജീവിതം പഠിക്കാനുള്ള ഒരു നല്ല ട്രയലാണ് അവിടെ നടത്തിയത്.
അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അവിടെയൊക്കെ അള്ളാഹുവിന്റെ ഇബ്ലീസ് എപ്പോഴും വസ്വാസമായി വരുമ്പോ അള്ളാഹുവിന്റെ സഹായം തേടി രക്ഷപ്പെട്ടുകൊള്ളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായി അള്ളാഹുമായി ബന്ധപ്പെട്ട് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വലിയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد لله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب اوصيكم واياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് പറയുകയാണ്. ശരി, ഒരു നിശ്ചിത കാലം വരെ ഭൂമിയിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ രേഖപ്പെടുത്തും. അവിടെ ഹൃദയസ്പർക്കായ ഒരു സെന്റൻസും അവിടെയാണ് നിങ്ങൾ ജീവിക്കുക. അവിടെയാണ് നിങ്ങൾ മരിക്കുക. അവിടെ തന്നെയാണ് നിങ്ങളെ ഉണർത്തുകയും ചെയ്യുക. ആ ഭൂമിയിലേക്ക് നിങ്ങൾ പോകുന്നു, അവിടെ നിങ്ങൾ ജീവിക്കും, പിന്നെ അവിടെ നിങ്ങൾ മരിക്കും, പിന്നെ അവിടെ നിങ്ങൾ ഉയർത്തുകയും ചെയ്യും. വേറൊരു സംഗതി കൂടെ പറഞ്ഞു. ആദമിന്റെ പുത്രന്മാരെ, ആദം നല്ല വിളിച്ച ആദം മനുഷ്യരെ എന്നതാണ്. നിങ്ങളുടെ നഗ്നത മറയ്ക്കാവുന്ന വസ്ത്രങ്ങൾ ഇറക്കുന്ന അലങ്കാരത്തിനും. അപ്പൊ വസ്ത്രം ധരിക്കുന്ന ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. നഗ്നത മറയ്ക്കാൻ വസ്ത്രം ധരിച്ചുകൊണ്ട് അലങ്കാരമായി പ്രത്യക്ഷപ്പെടുന്നപ്പോ പിന്നെ അതിനവരെ കണക്കും കാര്യങ്ങളൊക്കെ അവർക്ക് നഗ്നത വസ്തു അതിന്റെ പേര് പിന്നെ പിന്നാലാണ്ട് കൂടിയിട്ട് പിന്നെ അത് എന്തെല്ലാം ചർച്ചകളാണ് ഈ സമുദായത്തിൽ പിന്നെ വന്നതുള്ള ഒരു ആവശ്യം. അതിന്റെ പേര് ബാനത. അല്ലാഹു സുബ്ഹാനഹു വ തആല അടയ്ക്കുന്നതാണ് വസ്ത്രം. അത് നമുക്ക് മാന്യതയുടെ ലക്ഷണമാണ്. ശരീരത്തിന്റെ നഗ്നത മറയ്ക്കാൻ അപ്പൊ ആദ്യം മനുഷ്യൻ മുതൽ വസ്ത്രം ധരിച്ചിട്ടാണ് ജീവിച്ചതെന്നുള്ള. ഇനി അവരുടെ ആർവിസത്തിലും അതുപോലെ തന്നെ മോഡേൺ സയൻസിന്റെ ഗവേഷണങ്ങളൊന്നും പോയി നോക്കിയാൽ മനുഷ്യന്മാരാദ്യം ഒന്നുമില്ലാതെ ഒരുക്കി നടക്കുന്ന കുറെ ചിത്രങ്ങളുണ്ടാവും. പിന്നെ അവനിങ്ങനെ വളർന്ന് വന്നിട്ട് അവന് സംസ്കാരത്തിൽ നിന്നപ്പം തോലെടുത്തു, പിന്നെ അവിടുത്തു ഇതെടുത്തു, ഇപ്പൊ നമ്മുടെ പോളിസ്റ്ററായിട്ടായി മറ്റായി കോട്ടൺ ഷർട്ടായി മിക്സായി അങ്ങനെ സംസ്കാരം ഉണ്ടായപ്പോഴാണ് ചോദ്യാസമ്മതവും വിളിതോ വിവരക്കേടും വിളിച്ചു പോയി അത് യൂണിവേഴ്സിറ്റിയിൽ സിലബസ് ആക്കി അത് ഭയങ്കരമായി കാണാതെ പഠിച്ച് ഏത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ലോകത്തിന്റെ എത്ര ലക്ഷം യൂണിവേഴ്സിറ്റിയിലാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഒന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ മനുഷ്യന് വിവരക്കേട് കൊണ്ട് അജ്ഞത കൊണ്ട് എഴുതി കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആദമിനെ അവിടെ വിട്ടപ്പെടുത്തണം, നാം നിങ്ങൾക്ക് വസ്ത്രം നൽകി. നിങ്ങളിങ്ങനെ കാട്ടിലൊക്കെ ജീവിച്ച് അവിടെ മറ്റുകൊണ്ട് എറിഞ്ഞ് മറ്റൊന്നുണ്ട് ശിലായുഗം, മറ്റു ശിലായുഗം, പ്രാകൃതിലായുഗം, മറ്റേ യുഗം എന്നിട്ട് വസ്ത്രമില്ലാതെ നടന്ന് എന്നിട്ട് കുറെ കഴിഞ്ഞ ശേഷം മാന്യത ഉണ്ടായപ്പോ നിങ്ങൾ തോലെടുത്തു അങ്ങനെ വസ്ത്രമായി വിവരക്കേട്. അങ്ങനെ ഏർപ്പാടേ ഇല്ല എന്നുള്ളതാണ്. വിശ്വസിക്കാൻ ഇല്ലെങ്കിൽ പോലീസിനെ പോലെ തർക്കിച്ചിട്ട് അവസാനം മുതലാവുകയും ചെയ്യാം. വിശ്വസിക്കണമെന്ന് സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി പറഞ്ഞു. പക്ഷെ തഖ്വ എന്ന വസ്ത്രമുണ്ടല്ലോ, മനസ്സിന്റെ വസ്ത്രം, ശരീരത്തിന്റെ വസ്ത്രം ഈ പറഞ്ഞ സാധനം, മനസ്സിന്റെ ഒരു വസ്ത്രമുണ്ട് തഖ്വ. അതും അവിടെ അത് ഊരിപ്പോയി. ആ തഖ്വയായ വസ്ത്രം, തഖ്വ എന്ന വസ്ത്രം മനസ്സിന് നാം നൽകിയിരിക്കുന്നു. അതാണ് അതൊക്കെ അല്ലാഹുവിന്റെ തെളിവുകളിൽ നിന്നും നിങ്ങൾക്ക് ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നാം കുറെ തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കും. തഖ്വയില്ലെങ്കിൽ എന്ത് തോന്നിയാസം ഉണ്ടാവും, സൂക്ഷ്മതയില്ലെങ്കിൽ, ധർമ്മചിന്തയില്ലെങ്കിൽ എന്ത് തോന്നിയാസം ഇബ്ലീസ് ചെയ്യും, അവിടെ കയറിക്കൊള്ളും. അപ്പൊ ഇബ്ലീസിനെ ഒഴിച്ചു നിർത്തിയാലേ തഖ്വ അവിടെ പ്രസവിക്കാൻ പറ്റുള്ളൂ. അത് അല്ലാഹുവിന്റെ സ്മരണയിലേ പറ്റുള്ളൂ. അതുകൊണ്ട് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇനി അങ്ങോട്ട് നോക്കും, എല്ലാ സ്ഥലത്തും ദിക്റിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാൻ. എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ, പ്രയാസം ഉണ്ടായാൽ
തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളൂ, നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ സ്മരിച്ചോളൂ, നിങ്ങൾ വിജയിക്കും. എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്തെടുക്കണം, എന്ത് കൊടുക്കണം, എന്ത് തിന്നണം, ആരെ കല്യാണം ചെയ്യണം, ഏത് ജോലി ചെയ്യണം, എല്ലാം മനുഷ്യ മനസ്സിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലെങ്കിൽ പഠിച്ച ആളവിടെ ഏർപ്പാടാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒട്ടി നിൽക്കുക. അവിടെ മാത്രമാണ് ശക്തി, അവിടെ നിന്ന് മാത്രമാണ് സഹായം. ശിക്ഷയും പ്രശ്നവും അവിടെ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ മാത്രം ഭയപ്പെട്ടാൽ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട. അല്ലാഹുവിനെ ഓർക്കാതിരുന്നാൽ എല്ലാത്തിനും ഭയപ്പെടണം. നിയമത്തെ ഭയക്കണം, പോലീസിനെ ഭയക്കണം, പട്ടാളത്തെ ഭയക്കണം, ഭരണാധികാരികളെ ഭയക്കണം, ടാക്സുകാരെ ഭയക്കണം, ഓരോന്നും ഭയക്കണം. അല്ലാഹുവിനെ ഭയന്നാൽ ഇതൊന്നിനെയും ഭയക്കണം. പണം തരുന്നത് അല്ലാഹുവാണ്, ജീവൻ തരുന്നത് അല്ലാഹുവാണ്, ചൈതന്യം തരുന്നത് അല്ലാഹുവാണ്. നമ്മളിവിടെ പറഞ്ഞ കാലത്തേക്ക് മാത്രമാണ്, തിരിച്ചു പോകാനുള്ളതും അല്ലാഹുവിലേക്കാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഇബ്ലീസിന്റെ വസ്വാസം തന്നെ. ഇബ്ലീസ് പലതും പറഞ്ഞു, നീ അങ്ങനെ ആളത്, മറ്റേ കുടുംബത്തിൽ ജനിച്ചല്ലേ, നിനക്ക് അതില്ലേ, നിനക്ക് ഇതില്ലേ, നിനക്ക് മറ്റേ ഇല്ല, നീ അങ്ങനെ അവഗണിക്കപ്പെടാൻ പറ്റിയ ആളാണോ, അങ്ങനെ പലതും പറഞ്ഞു. അതിനെയൊക്കെ മാറ്റി നിർത്തി നിഷ്കളങ്ക മനസ്സോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോകാൻ ആ സ്വർഗത്തിൽ നടന്ന ആ സംഭവം നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്നത്. യാ ബനി ആദം, അതിന്റെ ഒരു ഉപദേശമുണ്ട്. അല്ലയോ ആദം സന്താനങ്ങളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, നിങ്ങളെ പിശാച് പീഡിപ്പിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ വസ്ത്രം ഊരിക്കളഞ്ഞു, അവരുടെ നഗ്നത വെളിവാക്കിയിട്ട് ശരീരത്തെയും മനസ്സിനെയും മലീമസമാക്കിയ പിശാചുണ്ടല്ലോ, നിങ്ങളെ വാപ്പാനെ ചെയ്ത, നിങ്ങളെ വാപ്പാനെയും ചെയ്ത ആ പിശാച് ആദമിന്റെ മക്കളെ നിങ്ങൾ പീഡിപ്പിക്കാതിരിക്കാൻ നിങ്ങളെ നോക്കണം. ഒരു കാര്യം, ഇന്നഹു യറാക്കും, അവൻ നിങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ മാത്രമല്ല, എന്താ പറയാ, ഭയങ്കര അത്ഭുതം. ഹുവ ഖബീലുഹു, ഇബ്ലീസും അവന്റെ പരിവാരങ്ങളും, ഇബ്ലീസും അവന്റെ പരിവാരങ്ങളും നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. മിൻ ഹൈസു ലാ തറൗനഹു, നമുക്കാണ് അവനെ കാണാൻ പറ്റില്ല. നിങ്ങൾ കാണാത്ത അവസ്ഥയിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക ശക്തിയെ നാം നിങ്ങൾക്കൊരു ടെസ്റ്റ് ആയി കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആർക്കാണ്, ആരുടെ കാര്യങ്ങളാണ് അവൻ നിയന്ത്രിക്കുന്നതെന്ന് എടുത്തു പറയും. ഇന്നാ ജഅൽനാ ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുമിനൂൻ, വിശ്വസിക്കാത്തവരുടെ കൈകാര്യകർത്താവായി പിശാചിനെ നാം നിയമിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ വിശ്വാസം മനസ്സിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ദൃഢതയില്ലെങ്കിൽ, അവിടെ അവന്റെ കൈകാര്യകർത്താവ് പിശാചായിരിക്കും. അവൻ അസ്ഹാബു സഈർ, അതായത് നാശത്തിന്റെ കത്തുന്ന നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആളായിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വിജിലന്റ് ആയിരിക്കണം. തഖ്വ എന്ന് പറയുന്നത് വിജിലന്റ് ആയിരിക്കുക. അതിന് നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങളുടെ ഒരു നിരന്തര തന്നെ, നിരന്തരമായ സംഭവങ്ങളിൽ ഇങ്ങനെ അള്ളാഹുക്കാരെ നമ്മളിവിടെ അയക്കുന്നുണ്ട്. ശരീരത്തിനും മനസ്സിലും ഒക്കെ തൊട്ടുണ്ടാകണം. ഇതിലാണ് ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഇത്ര കൃത്യമായും വ്യക്തമായും ഖുർആനി കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതും പുതിയതാണ്. പല ആളുകൾ പുതിയതാണ്. കഴിഞ്ഞ ആഴ്ച പല പറഞ്ഞ സംഗതികൾ പല ആളുകൾ പൊട്ടിയത് കേട്ടിട്ടുണ്ട്, പുതിയതാണ്. ഞാൻ പഠിക്കണ്ടേ, ആളെ കുറ്റപ്പെടുത്തിയല്ല. തലമുറയായി കൈമാറേണ്ട വിജ്ഞാനം പലയിടത്തും അത് ബ്ലോക്കായി. അത് നമ്മൾ നിസ്സഹാരായി പോയി. നമ്മത് കിട്ടിയില്ല എന്നുള്ളതാണ്. അടുത്ത തലമുറയെങ്കിലും കിട്ടാതെ ഏഴാങ്കുലികളും വിറകുവട്ടികളും വെള്ളംകോലികളും പിന്നാക്കക്കാരുമായി ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ പോകുന്നവരാകാതെ മുന്നോക്കക്കാരായി ഈ സൂക്ഷ്മതയുള്ള ആളുകളെ നേതാക്കളായി ലോകത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റാത്ത പുതിയ തലമുറ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിൽ ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിപാടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارزقنا تفكر وعمر وعثمان وعلي وانصر والعباس والحسن والحسين وبقية أصحاب رسول الله أجمعين. الدوانا تبدا من هذا إلا وارضاهم بالتبارك നമ്മുടെ മാതാപിതാക്കന്മാരെ ഭാഷമാരാണ് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മറ്റു വേണ്ടപ്പെട്ട ആളുകൾ എല്ലാവരും ഞങ്ങളുടെ മുന്നേ
ഈ ആൾക്കാരുടെ കബറുകളാണ് സ്വർഗ്ഗഭൂഭാവനങ്ങളും മറ്റുള്ളവരും അകലങ്ങളിലുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും ഹിദായത്തുള്ള ജീവിതം മതങ്ങളുടെ സന്താനങ്ങളെ സമ്പത്തുകളിൽ നന്മ പങ്കുവയ്ക്കാതെ തമ്പുരാനും എപ്പോഴും പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം തന്നെ തമ്പുരാനും ഇപ്പോൾ യഥാവിധി മനസ്സിലാക്കാനും ആശ്വാസത്തോടെ ജീവിതത്തിൽ പകർത്താനും സംതൃപ്തിയോടെ നിലയിലേക്ക് മടങ്ങാനുള്ള തമ്പുരാനും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുന്ന തമ്പുരാനെ പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം തന്നെ തമ്പുരാനെ സത്വാത്തിൽ മോചിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമായി തമ്പുരാനെ കബറിടങ്ങളുടെ ശിക്ഷയെപ്പറ്റി ഞങ്ങൾ കാക്കണ തമ്പുരാനെ ഞങ്ങളുടെ കബറിടങ്ങളെല്ലാം പ്രകാശപൂരിതങ്ങളായ തമ്പുരാനെ മാസ്റ്ററിനെ ഞങ്ങളെ സഹായിക്കുന്നതാണ് പഠിച്ചവനെ നരകക്ഷത്തിൽ ഞങ്ങൾ മോചിപ്പിക്കാൻ തമ്പുരാനെ സ്വർഗത്തിൽ പ്രദോഷം ഞങ്ങളുടെ തമ്പുരാനെ മാത്രം ഈ പ്രാർത്ഥന സ്വീകരിച്ചു ഉത്തരം തമ്പുരാനെ അത്യക്കളയായ പ്രാർത്ഥന ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم انصر أعمال المجاهدين في كل مكان يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين.